കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 15 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺഗ്രസ് സംവിധായകൻ VM വിനു കല്ലായിൽ സ്ഥാനാർത്ഥിയാകും. VM വിനു 24 പ്രതിനിധി ദീപക് ധർമ്മടത്തിനൊപ്പം ചേരുകയാണ്. ദീപക് ധർമ്മടം ഈ കല്ലായി ഡിവിഷനിൽ നിന്ന് VM വിനുവിനെ മത്സരിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട്. ഈ മേയർ സ്ഥാനാർത്ഥിയാണ് VM വിനു എന്നുള്ള കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമോ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? എന്താണ് VM വിനു എന്താണ് 24നോട് സംസാരിക്കുന്നത്? ദീപക് ധർമ്മടം. വെരി ഗുഡ് ഈവനിങ്. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. UDF ആണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോഴിക്കോട്ട് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ഇറക്കി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഒരു ജനപ്രിയ സംവിധായകൻ VM വിനുവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. VM വിനു, കല്ലായിൽ നിന്നും സ്വാഗതം, അഭിനന്ദനങ്ങൾ. കാരണം കല്ലായിൽ നിന്നും അങ്ങ് സ്ഥാനാർത്ഥിയാവുകയാണ്. അവസാനം പെൺപട്ടണം വരെയുള്ള സിനിമകളിൽ ആരാധകരെ ഇങ്ങനെ പുളകം കൊള്ളിച്ച ഒരാൾ ഇനി വോട്ട് ചോദിച്ച് കല്ലായിലേക്ക് പോകണം, കല്ലായി തെരുവിലേക്ക് പോകണം. ഈ സത്യം പറഞ്ഞാൽ ദീപക്, ഇവരെല്ലാവരും പത്രക്കാരും മീഡിയസ് പറയുന്ന പോലെ തന്നെ ഞാനും വളരെ സർപ്രൈസിങ്ങിലാണ്. കുറച്ച് മുമ്പേ ഞാനിത് ഇങ്ങനെ പല ഭാഗത്തു നിന്ന് കേട്ടിരുന്നു. ഇപ്പോൾ പ്രവീണൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യമാക്കി എടുത്തില്ല. കാരണം വെച്ചാൽ എനിക്കറിയാത്തൊരു ഏരിയയാണത്, എനിക്കറിയാത്ത സിനിമയാണ്. പിന്നെ എനിക്ക് കൂടുതൽ അറിയുന്നത് കോഴിക്കോടാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തും നമ്മൾ പല യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ എന്നെ നെഞ്ചോട് ചേർത്ത് ഞാൻ നിർത്തുന്നതൊക്കെ കോഴിക്കോട് പട്ടണമാണ്. ഞാൻ കോഴിക്കോട്ടുകാരെന്ന് അറിയപ്പെടുന്നതുകൊണ്ടാണ് പലർക്കും എന്നോട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ നാടിനും എൻ്റെ കോഴിക്കോടിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം കുട്ടിക്കാലം മുതലേ നടന്ന് ജസം സ്ട്രീറ്റും പാളയം റോഡും കല്ലായി പുഴയുടെ തീരവും അതുപോലെ തന്നെ ബീച്ചും ഒക്കെ എൻ്റെ ഒരു നൊസ്റ്റാൾജിക് സാധനമാണ്. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, വെറുതെ ചിന്തിച്ചിട്ടുണ്ട്, ഈശ്വര എന്താണ് കോഴിക്കോടിന് പറ്റിയത്? കോഴിക്കോട് മറ്റുള്ള ഇതുപോലെ അങ്ങോട്ട് ഒരു വികസിക്കുന്നില്ല, ഒരു മുരടിച്ചു പോയൊരവസ്ഥയാണല്ലോ. എന്തെങ്കിലുമൊക്കെ മാറ്റമാട്ടെ. പിന്നെ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നതാണ് കോഴിക്കോടാണ്. പല സ്ഥലങ്ങളും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ യഥാർത്ഥ സിനിമയാണ്, സാഹിത്യമായാലും സംഗീതമായാലും വാണിജ്യമായാലും എല്ലാ രീതിയിലും അറിയപ്പെടുന്ന സ്ഥലം നിഷ്കളങ്കരായ മനുഷ്യർ, എന്തിനേയും എല്ലാവരെയും സ്വീകരിക്കുന്ന മനസ്സുള്ളവർ. ആര് പട്ടണം എന്താണ് ഇങ്ങനെ സൂക്ഷിച്ചു പോയെന്ന് പലപ്പോഴും ആരെയും കുറ്റം പറയുന്നില്ല. കാരണം എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ കോഴിക്കോടിനെ പറ്റി ഒരു ഭാവനയും എൻ്റെ കുറേ ചിന്താഗതിയുണ്ട്. എനിക്ക് നന്നാക്കണമെന്ന് വലിയ ആഗ്രഹം. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ ഇത് എന്ത് കഷ്ടം. നമ്മൾ സ്വന്തം ആൾക്കാരുടെ അത് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന തന്നെ ആൾക്കാരൊക്കെ തന്നെ ഈ ഭരണത്തിലുണ്ടായിരുന്നവർ, അവരോടൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ അതൊരു മാറ്റം വരാത്തത് എന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ മനസ്സിൽ കുറേ കാലം ഇങ്ങനെ ഞാൻ വേഷം ഷൂട്ട് ചെയ്യുമ്പോഴും ഇപ്പോൾ എല്ലാം ചെയ്യുമ്പോഴും ഞാൻ ഈ നഗരം തന്നെയാണ്. ഞാൻ ഓരോ സിനിമ ബാലേട്ടൻ്റെ വലിയൊരു ഭാഗമൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്ത്. പെൺപട്ടണം ഫുള്ള് ഇവിടെയായിരുന്നു. അപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞ സിനിമ ഫുള്ള് ഇവിടെയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എന്താണ് യസ്യൂറോണർ ഇവിടെ തന്നെയാണ് കുറേ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഈ കോഴിക്കോട് എന്താ അങ്ങനത്തെ പഴയ ശശിയേട്ടൻ ഷൂട്ട് ചെയ്യുന്ന കാലത്തുള്ള കോഴിക്കോട് തന്നെ എപ്പോഴും കോഴിക്കോട് ദാമോദരൻ മാഷ് ഉള്ള എഴുതിയ കോഴിക്കോട് തന്നെ എപ്പോഴും ഉള്ള ഒരു പുരോഗതിയും വന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ പിന്നെ ഇവരൊക്കെ ഇവിടെ ഒരു പ്രഷറും അല്ല, രാഘവേട്ടനും പ്രവീണും അതുപോലെ രമേഷ് ജി എല്ലാം കൂടി പറഞ്ഞപ്പോൾ, ഷാഫി എല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്താ പിന്നെ ഒരു കൈ നോക്കാൻ. അപ്പോൾ അങ്ങനെ കൈ നോക്കുകയാണ്. ഈ കൈ നോക്കുമ്പം കല്ലായി കടവത്താണ് മത്സരിക്കാൻ പോകുന്നത്. കോഴിക്കോടിൻ്റെ സിനിമ, സാംസ്കാരിക, വ്യവസായ കേന്ദ്രമാണ് ഈ കല്ലായി ഡിവിഷൻ വരുന്നത്. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫായ ഒരു സീറ്റ് കൂടിയാണ് ഈ കല്ലായി. അവിടേക്ക് പോകുമ്പോൾ എന്താ മനസ്സിൽ മറ്റൊന്നല്ല, കല്ലായി പുഴ അല്ലെങ്കിൽ കല്ലായി, ഒരു സുന്ദരിയായ കല്ലായിയെ കുറിച്ച് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോയിൻസിഡൻസ് ആയിരിക്കാം. ഞാൻ സിനിമയിലേക്ക് എൻ്റർ ചെയ്യുന്ന കല്ലായി പുഴയിൽ വെച്ചിട്ടാണ്. മീൻസ് നിലമ്പൂർ ബാലേട്ടൻ്റെ അന്യരുടെ ഭൂമി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത്. അവിടെ ഞാൻ മാമുക്കോയൻ ആദ്യമായിട്ട്, മാമുക്കോയൻ്റെ ഫസ്റ്റ് ഫിലിം അത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് വന്നത്. അന്ന് കല്ലായിപ്പുഴ കാണാൻ നല്ല ഭംഗിയായിരുന്നു, സുന്ദരിയായ കല്ലായിപ്പുഴയായിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം സംവിധായകനായപ്പോൾ ഞാൻ വേഷം മമ്മൂക്കയെല്ലാം വെച്ചിട്ട് കല്ലായിപ്പുഴ തീരത്ത് വെച്ചിട്ട് ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കല്ലായിപ്പുഴ കാണുമ്പോൾ എനിക്ക് സങ്കടപ്പെട്ടു. ഒരു വറ്റി വരണ്ട, ചളി നിറഞ്ഞ മാലിന്യം നിറഞ്ഞൊരു കല്ലായിപ്പുഴ. അപ്പോൾ ആ കല്ലായിപ്പുഴ എന്താണ്? കാരണം ഞാൻ പലപ്പോഴും കല്ലായിപ്പുഴയുടെ മാലിന്യത്തിനെക്കുറിച്ചും കാര്യങ്ങളും ഇതിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള ചില പ്രതിഷേധങ്ങളുണ്ടാവും. അതിലൊക്കെ ഞാൻ പോയി പങ്കുചേർന്നിട്ടുണ്ട്. 2-3 തവണ ഞാൻ പങ്കുചേർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈ പുഴ, ഈ സുന്ദരിയായ പുഴ എന്തിനാണ് ഇങ്ങനെ? എത്ര ആൾക്കാരിങ്ങനെ വന്നു പോകുന്നത്? ഇതിനെപ്പറ്റി എന്താ ഒന്ന് ചിന്തിക്കാത്തത്?
അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം വന്നു വീണപ്പോൾ എവിടെയോ ദൈവം ഞാൻ ചില കൊതിക്കുന്ന സ്ഥാനങ്ങൾ എനിക്ക് തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കല്ലായിൽ അവിടെ പോയിട്ട് കല്ലായിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തിരിക്കും. അത് മാത്രമല്ല, കല്ലായിപ്പുഴയുടെ ഭാഗം മാത്രമല്ല, കോഴിക്കോട്ടിലെ ചെറുകിട കച്ചവടക്കാരുടെ കാര്യങ്ങളായാലും പാളയം പച്ചക്കറി മാർക്കറ്റിലെ ഇഷ്യൂസ് ആയാലും എല്ലാം എൻ്റെ മനസ്സിൽ ശരിക്കും. തെരഞ്ഞെടുപ്പിൽ പുതുമുഖമാണെങ്കിലും രാഷ്ട്രീയത്തിൽ പുതുമുഖമാണെങ്കിലും UDFന്റെ മേയർ സ്ഥാനാർത്ഥിയാണ്. അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. ഇപ്പം ഭരണം കിട്ടുകയാണെങ്കിൽ മേയറാണ്. അപ്പോൾ കോഴിക്കോടിനോട് ഒരുപാട് കടമകൾ ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ഭരണം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം, നല്ല രീതിയിൽ കോഴിക്കോടിന് എത്രത്തോളം സാംസ്കാരിക നഗരം എന്നുള്ള രീതിയിലും കച്ചവട സാധ്യതയുള്ള നഗരം എന്ന രീതിയിലൊക്കെ തന്നെ അത് എത്രത്തോളം ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റും, എത്രത്തോളം അതിന് പുരോഗതിയിലേക്കും അതിൻ്റെ രീതിയിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും അത് ഞാൻ മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഐക്യ ജനാധിപത്യ മുന്നണി കുറച്ച്, കാരണം എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളത് എൻ്റെ ഇവിടുത്തെ കുടുംബ പ്രേക്ഷകരെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. സ്നേഹത്തിൻ്റെയും വേദനയുടെയും ബന്ധങ്ങളുടെ കഥ പറഞ്ഞ സംവിധായകനാണ് ഞാൻ. അപ്പോൾ ആ സിനിമകളൊക്കെ എന്നെ ഈ കോഴിക്കോട്ടുകാരും കേരളം ഒട്ടുക്ക് അത് വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഈ അമ്മമാരുടെയും അതുപോലെ തന്നെ എൻ്റെ പെങ്ങന്മാരുടെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഇടയിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരുവിധം യൂത്തിനൊക്കെ എന്നെ നന്നായിട്ട് അറിയാമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ തന്നെ എന്നോട് പലപ്പോഴും അല്ല അടുത്ത പടം ഞാൻ പറഞ്ഞ മക്കളെ ഇപ്പം നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. കാരണം എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ഒരു മേയറാവുക എന്നുള്ളതൊക്കെ സെക്കൻഡറി തിങ്. എന്നെ സംബന്ധിച്ചോളം നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റണം, സത്യസന്ധമായ ഭരണം. ആരെയും കുറ്റപ്പെടുത്താൻ കാരണം ഞാൻ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളല്ല. ഞാനൊക്കെ ഒരു കോൺഗ്രസ് വിശ്വാസിയാണ് എന്ന് കോളേജ് പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ ആ സംഘടനയിലും ഇതിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാനൊരു 24 hours പ്രവർത്തകരൊന്നുമില്ല. ഇത് എനിക്ക് എന്തോ ഒരു നിയോഗം, ഇതെൻ്റെ ഓരോ വേഷം കെട്ടാൻ ഓരോ അവസരം കിട്ടുന്നത് ഇതെൻ്റെ ഒരു നിയോഗമായിരിക്കും എന്ന് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അപ്പം ആശംസകൾ. സംവിധായകൻ VM വിനു സിനിമയിൽ എൻട്രി ഷോട്ട് എടുത്തത് കല്ലായി പുഴയുടെ തീരത്ത് നിന്നാണ്. ആ കല്ലായിലേക്കാണ് VM വിനു ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് എത്തുന്നത്, അതും UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി. ക്യാമറമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24.